ഹലോ അസ്സാം വലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് ദിവസം നമ്മൾ കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വളരെ ചെറിയൊരു വീഡിയോയുമായി വീണ്ടും കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം എന്നും പതിപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുക, നമ്മൾ അടുക്കളയിലേക്ക് കയറുക അല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, കഞ്ഞിക്ക് വെള്ളവും കാര്യങ്ങളെല്ലാം വെച്ചു. അതിനുശേഷം ഒരു കടിഞ്ചായ കുടിക്കാമെന്ന് ഓർത്ത് കടിഞ്ചായ കുടിക്കുകയാണ് കേട്ടോ. രാവിലെ നല്ല തലവേദന എന്ന് പറഞ്ഞാൽ നല്ല തലവേദനയാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല, അതുപോലെ നല്ല തലവേദനയുണ്ട്. അപ്പോൾ ഫോൺ കവർ എടുത്ത് നമ്മൾ ഫോൺ കവർ ഊരിയിട്ടാണ് ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഫോണിൽ. അപ്പം കവർ നോക്കിയപ്പോൾ അതൊക്കെ പൊട്ടിയിരിക്കുന്നത്, അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴവിടുത്തെ നല്ല ചൂടുണ്ട്, നല്ല തലവേദന എടുക്കണം, എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടുത്തമില്ല. മക്കളെ സ്കൂളിൽ വിടണം, കച്ചവടത്തിന് പോകണം, ഇന്ന് മാങ്ങയും പൈനാപ്പിളൊക്കെ വരും, അതെല്ലാം എടുത്തുകൊണ്ട് വരണം. അങ്ങനെ ആകപ്പാടെ ഇന്ന് ഒരുപാട് പണികളുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ മക്കളുടെ ഫോണിൽ കോൾ വന്നു, ഇതേ പൈനാപ്പിൾ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചെറുക്കായും കൂടെ പോയി പൈനാപ്പിൾ എടുത്തുകൊണ്ട് വരുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് പിന്നെ കാടക്കുട്ടി ഭയങ്കര മേളം. ഇതുങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുത്തില്ലായിരുന്നു രാവിലെ കേട്ടോ. പിന്നെ ഞാൻ പോയി കാടക്കുട്ടി പോയി തീറ്റയെല്ലാം ഇട്ടുകൊണ്ട് വന്നു. അപ്പം കൊണ്ടുവരുന്ന ഇന്ന് കുറച്ച് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഒരു 50 കിലോ എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പം കൊണ്ടുവന്നപ്പോൾ 57 കിലോ ഉണ്ട്. അപ്പോൾ അങ്ങനെ പൈനാപ്പിൾ എടുത്തു. അത് ഞാൻ പിന്നെ ഒന്ന് അടുക്കി എല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അടുക്കളയിൽ തന്നെ കൊണ്ടുവന്ന് ചാക്കി തന്നെ വെച്ചിരുന്ന ഇതാകില്ലേ, അപ്പം കുടഞ്ഞിടും. കുടഞ്ഞിട്ടതിന് ശേഷം നമ്മൾ കുത്തിച്ചാരി ഇതേപോലെ അടുക്കി വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ പരിപാടികളുണ്ട് കേട്ടോ. പിന്നെ കാപ്പി ഉണ്ടാക്കണം, അങ്ങനെയുണ്ട്. ഇന്ന് ചെറുക്കായിക്ക് ഹോസ്പിറ്റലിൽ പോകണം, അവന് പല്ലുവേദനയാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് കച്ചവടത്തിന് പോകണം. അപ്പോൾ താഴത്തെ പെണ്ണിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ ഓട്ടോ വിളിച്ച് വിടാമെന്ന് വിചാരിച്ചിട്ടോ, എനിക്ക് കച്ചവടത്തിന് പോകണം അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഇതെല്ലാം ഒതുക്കി പറക്കി വെക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒതുക്കി പറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇന്ന് മക്കൾക്ക് കൊണ്ടുപോകാൻ കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പം കിഴങ്ങ് ഏത് രീതി വെച്ച് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വയറ് നിറച്ചും ചോറുണ്ണുകയും ചെയ്യും മക്കൾ. അതുകൊണ്ട് കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ആയി കാണാമായിരുന്നു, നമുക്ക് കുറച്ച് അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫാമിലിപരമായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടുകളിലും ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനുള്ള നമുക്ക് ഒരു സാഹചര്യം ഒരു ഇതില്ല, നമുക്ക് മടുപ്പ് തോന്നിയ പിന്നെ വീഡിയോ എടുക്കുക നടക്കുന്ന കേസല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ കിഴങ്ങൊക്കെ അരിഞ്ഞ് കൊണ്ടുവന്ന് നമ്മൾ മെഴുക്കുവരട്ടി വെക്കാൻ പോകണം കേട്ടോ. അതിൽ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ. എണ്ണ പൊട്ടിച്ചു കടുകിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചാൽ കിഴങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് വരട്ടി നന്നായിട്ട് എടുക്കുകയാണ്. അടച്ച് പൊത്തി വെക്കും, ഉപ്പും ചേർത്ത്. അത് വെന്ത് കഴിയുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തെടുക്കുകയാണ് കേട്ടോ. എന്നല്ല ഇന്ന് ഈ ചട്ടി വെക്കണ്ടായിരുന്നു എന്ന് കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചതിന് ശേഷം ഞാൻ ഓർത്തിട്ട് ഒരുമാതിരി കുഴഞ്ഞു പോയി കേട്ടോ. എന്നും വെക്കുന്ന രീതിയിലായില്ല. എന്താണെങ്കിലും കുഴപ്പമില്ല, മക്കൾക്ക് പിന്നെ കുഴഞ്ഞിരുന്നാലും കുഴപ്പമില്ല. കിഴങ്ങ് എങ്ങനെ വെച്ച് കൊടുത്താലും അത് ഉരുട്ടി കൊടുത്താലും കിഴങ്ങെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് മക്കൾ വയറ് നിറച്ച് ചോറിനുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ മെഴുക്കുവരട്ടി വെക്കുന്നതിൻ്റെ ഓരോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തതിന് ശേഷം വേണം ഇനി കാപ്പി ഉണ്ടാക്കുന്നത്, പൂരി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരാളിരുന്ന് പഠിക്കുന്നുണ്ട്. ചെറുക്കായിക്കാണ് പല്ലുവേദന എന്ന് പറഞ്ഞുകൊണ്ട് അവനങ്ങനെ ഇരുന്ന് തള്ളം തട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കിഴങ്ങൊക്കെ എണ്ണയിലിട്ട് തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം ഈ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട്. അപ്പം കിഴങ്ങ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തു ഒന്ന് ഇളക്കിയിട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കുഴഞ്ഞു പോയിട്ടുണ്ടെന്ന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പോയി മാവൊക്കെ കുഴച്ച് പരത്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പൂരിക്ക് വേണ്ടി. അങ്ങനെ ഞാൻ പൂരി ഇടാനും കൂടെ നിന്ന് കേട്ടോ. ഞാൻ പൂരി ഉണ്ടാക്കുന്നത് മൈദയും ഗോതമ്പൂടെ മിക്സ് കലർത്തിയിട്ടാണ് കേട്ടോ. ഏതെങ്കിലും ഒരു മാവ് മാത്രം വെച്ച് ഞാൻ ഉണ്ടാക്കാറില്ല, രണ്ടുകൂടെ വെച്ച് ഒന്നുണ്ടാക്കും. നല്ല ടേസ്റ്റുമാണ്, നല്ല പൊങ്ങിയും വരും,
നല്ല മയമായിരിക്കും കേട്ടോ. മാവ് കുഴയ്ക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് മാവെടുത്ത് അതിലേക്ക് ഉപ്പും ഒരല്പം എണ്ണയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് പിന്നെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് നമ്മൾ കറക്റ്റ് ഭാഗത്തിന് കുഴച്ച് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പം നമ്മൾ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തു, പിന്നെ മാവെടുത്ത പാത്രം അങ്ങനെയുള്ള എല്ലാം എടുക്കുന്നിടത്ത് ഒതുക്കിയും വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിരന്ന് വാരി കിടന്നാൽ തന്നെ എനിക്ക് ജോലിയൊന്നും ഒതുങ്ങത്തില്ല. എനിക്ക് വളരെയധികം ഇഷ്ടമില്ലാത്തൊരു സംഭവം കൂടാണ് കേട്ടോ ഈ സാധനങ്ങൾ നിരന്ന് പറക്കി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന എല്ലാം ഒതുക്കി പറക്കി വെക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുക്കായി എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. ചെറുക്കായിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ പല്ലിന് വേദന കാരണം. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ എൻ്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്. അതിന് മറുപടിയൊക്കെ തിരിച്ച് പറയുകയും ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായില്ല വീഡിയോ ഒക്കെ എടുത്തിട്ട്, അതുകൊണ്ട് വോയിസ് ഇടാനും അതിൻ്റെ ഒന്നും കറക്റ്റായിട്ടൊരു ഇതായിട്ട് വരുന്നില്ല കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് മുന്നോട്ട് ഇനി ഡെയിലി വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. എന്ന് ഇതൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. ശങ്കരൻ വീണ്ടും തെങ്ങേലാന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം എന്തോ അവിടെ ഒരു കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുഖമൊക്കെ കണ്ടാൽ ആരും ഒന്നും പറയരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കച്ചവടത്തിന് പോകുന്ന സ്ഥലം അറിയാമല്ലോ, രാമക്കൽമേട്ടിൽ. അവിടെ കാറ്റും വെയിലും ഇതൊക്കെ കൊണ്ട് നമ്മുടെ ആകപ്പാടെ മുഖമൊക്കെ എന്നാ പറയുന്നത് പൊള്ളല ഏറ്റ് ഈ വെയിലിൻ്റെ ഇതുകൊണ്ട് പൊള്ളലൊക്കെ ഏറ്റ് മുഖമൊക്കെ ആകപ്പാട് ഇതായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ തന്നെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു താല്പര്യമില്ലായ്മ കുറവായിപ്പോയി കേട്ടോ. എന്താണേലും ഞാൻ അതെല്ലാം ചെയ്തു. അതിന് ശേഷം ഇത് പൂരി ഇട്ടെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ തന്നെ പൂരി നല്ലതായിട്ട് പൊങ്ങി വരും കേട്ടോ. നമ്മൾ 2 സൈസ് മാവും കൂടെ എടുത്ത് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ വോയിസ് വിടുമ്പോൾ നല്ല കണ്ണൊക്കെ ചൊറിയുന്നു. അപ്പോൾ രാത്രി ഇരുന്നാണ് വോയിസ് വിടുന്നത്. അപ്പോൾ എങ്ങനെയാവും എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. പറഞ്ഞത് തന്നെ പിന്നെയും പറയുന്നുണ്ടോയെന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോയിൽ ഇനി എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താനും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ല. അപ്പം പിന്നെ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കുക. സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ വോയിസ് വിടുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടൊക്കെ പോലെ തോന്നുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചിരണം കേട്ടോ. അതാ നമ്മുടെ പൂരിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഉപ്പിലിടാനുള്ള പൈനാപ്പിളിന് വെള്ളമൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുള്ള പൈനാപ്പിൾ നമ്മൾ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു 4 പൈനാപ്പിൾ എടുത്ത് ഞാൻ ഉപ്പിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വോയിസ് ഇവിടുന്ന് എഡിറ്റ് ചെയ്യുന്ന വൈകിട്ടാന്ന് പറയില്ലേ. അപ്പോൾ എന്താണല്ലേ നമ്മൾ റെഡിയാക്കി കൊണ്ടുപോയ പൈനാപ്പിളെല്ലാം തീർന്നു. അപ്പോൾ ഈ ഉപ്പിലിട്ട് കൊടുക്കുന്ന പൈനാപ്പിൾ ഈ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഒരുപാട് പേർക്ക് നമ്മൾ ഉപ്പിലിട്ട് കൊടുക്കുന്ന പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഇട്ടതിന് ശേഷം മക്കളെ സ്കൂളിൽ വിടുകയും കാര്യങ്ങളും എല്ലാം ചെയ്തു. മക്കൾക്ക് ചോറും കാര്യങ്ങളെല്ലാം കൊടുത്തു, കാപ്പിയൊക്കെ വിട്ട് മക്കളെല്ലാം സ്കൂളിൽ പോയി. ചെറുക്കായി ഇവിടെ ആശുപത്രി പോകാൻ വേണ്ടി റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പോഴേ പോകുന്നില്ല, ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് പോകാമെന്ന് ഓർത്തിരിക്കുന്നു കേട്ടോ. വിളിച്ചോണപ്പോൾ ആ സമയത്ത് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ദേവൻ അവിടെ കയറിയിരിപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഫ്രിഡ്ജിൽ 2 മീൻ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. വന്നു കഴിഞ്ഞിട്ട് കറി വെക്കലോ അടുക്കള കയറി പണിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നടുതൂർത്താൽ മതിയെന്ന് ഓർത്താൻ്റെ ആയിരിക്കും നമ്മൾ വരുന്നത് കേട്ടോ. അങ്ങനെ മീനൊക്കെ വെട്ടിക്കൊണ്ടുവന്ന മീനായിരുന്നു. പിന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നുകൂടെ നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി പറക്കി വാരിയെടുത്തു കേട്ടോ. അങ്ങനെ നമ്മളൊന്നും നോക്കില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ എണ്ണയിലേക്ക് ഇട്ടിട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ ഉലുവായിട്ട് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം പച്ചമുളക് എല്ലാം ഒന്നിച്ചിട്ട് അങ്ങോട്ട് വരട്ടി അതിലേക്ക് ഇച്ചിരി ഉപ്പൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത് വരണ്ടതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് എളുപ്പത്തിലുള്ളൊരു കറികളാണ് വെക്കുന്നത് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് കറി പോലെ നമ്മൾ ചറപറ ഒന്ന് വെച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളതെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, മല്ലിപ്പൊടിയാണ് നമ്മൾ കൂടുതൽ എടുത്തേക്കുന്നത്. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു. വളരെ കുറച്ച് മാത്രമേ മുളക് പൊടി എടുത്തുള്ളൂ, എന്നാൽ തന്നെയും കറി വെച്ചിട്ട് നല്ല എരിവായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു നുള്ള് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തക്കാളി ചേർക്കാനും വെള്ളം ചേർക്കാനും പുളി ചേർക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു തട്ടിക്കൂട്ട് കറിയാണെന്ന്, ഒരു എളുപ്പം വെക്കുന്നൊരു കറിയാണ് കേട്ടോ. ഇതും കൂടെ വെച്ചിട്ട് വേണം നമുക്ക് പെരയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാനുണ്ട്, തുടയ്ക്കാനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ മിറ്റമൊക്കെ തൂക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇനിയിപ്പോൾ കുറച്ച് ഒതുക്കാനുണ്ട്, കുറച്ച് പാത്രം കഴുകാനുണ്ട്, പിന്നെ ഇനി കാടക്കൂട്ടിൽ കയറി വൃത്തിയാക്കാൻ, അങ്ങനെ കുറേ പരിപാടികളും കൂടെ ഉണ്ട് കേട്ടോ. അതിനെല്ലാം ശേഷം വേണം നമുക്ക് മെട്ടിൽ പോകാം. പിന്നെ മാങ്ങ കഴുകിയെടുക്കാനുണ്ട്, പൈനാപ്പിൾ ചെത്തിയെടുക്കാൻ, അങ്ങനെ ഓരോരോ ധൃതി വെച്ചുള്ള ഓരോരോ പണികൾ. രാവിലെ എഴുന്നേറ്റാൽ പിന്നെ 4 കാലയിലാണ് ഓടുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് 10 മണി 10:30 ആകുമ്പോൾ നമുക്ക് കച്ചവടത്തിന് കയറി പോവുകയും വേണം കേട്ടോ. 2 ദിവസമായിട്ട് എനിക്കും വയ്യ, ഭയങ്കര തുമ്പലും നടുവേനൊക്കെ, അതുകൊണ്ട് ഇച്ചിരി താമസിച്ചാണ്. പിന്നെ 11 11:30 ആകും കേട്ടോ. ഇതെല്ലാം ഒതുക്കി പറക്കി റെഡിയായി കുളിച്ച് കയറിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു സമയമാകും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ തക്കാളിയെല്ലാം ഇട്ട് കൊടുത്തു. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നലുത്ത് ഇതൊക്കെ ആയിട്ട് ഒരു നുള്ളു വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ. അതിനുശേഷം 1-2 കുടംപുളിയും കൂടെ ചേർത്ത് പിന്നെ തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് തിളച്ച വെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ച് ഒരല്പം ചൂട് ആറിയ വെള്ളമാണ് കേട്ടോ. അതും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കഷ്ണങ്ങൾ ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെട്ടി കഴുകി റെഡിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുക്കാവേ. അപ്പം ഞാൻ പാത്രത്തോടെ തന്നെ അങ്ങോട്ട് കുടഞ്ഞിടാന്ന് ഓർത്തപ്പോഴത്തേക്ക് അതൊരു പേടിയായിപ്പോയി കേട്ടോ. എന്ന് വെച്ചാൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കറിയല്ലേ, മുഖത്ത് വല്ലതും തെറിച്ചാലോ എന്ന് ഓർത്തുകൊണ്ട് ആകപ്പാടെ മുഖമൊക്കെ ഇപ്പം കുളമായിരിക്കും. അതിൻ്റെ കൂടെ ഇനിയും പൊള്ളലും കൂടെ ഇട്ടിട്ടുണ്ട്, തീർന്നു. അപ്പം പിന്നെ ഞാൻ എന്താ ഓരോ കഷ്ണങ്ങളൊക്കെ പറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കത്തില്ല, അത് അങ്ങനെയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു 100 പ്രാവശ്യം തുമ്മും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം മഞ്ഞ് ഉള്ള കോടമഞ്ഞ് ഇറങ്ങുന്ന സമയമാണ്, രാവിലെ ആണെങ്കിലും വൈകിട്ടൊക്കെ ആണെങ്കിലും എനിക്ക് കാലാവസ്ഥ പറ്റുന്നേ ഇല്ല കേട്ടോ. വളരെയധികം തുമ്മലും ഉണ്ട് കേട്ടോ. അതിനുശേഷം അതെല്ലാം കഴിഞ്ഞ് ഒരുവിധം എല്ലാം ഒതുക്കി പറക്കി വെച്ചതിന് ശേഷം ഞാൻ കൊണ്ടുപോകാനുള്ള പൈനാപ്പിൾ ചെത്തിയെടുക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കുറച്ച് ചെത്തിക്കൊണ്ട് പോകും, കുറച്ച് നമ്മൾ പിന്നെ ചെത്താതെയും കൊണ്ടുപോകും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് എടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതെല്ലാം ഒതുക്കിക്കൊണ്ടിരുന്ന് അടുക്കളയെല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് മാങ്ങ വന്നത്. അപ്പം പിന്നെ ഞാനും ചെറുക്കായും വീണ്ടും ഓടി കേട്ടോ, മാങ്ങ എടുക്കുക, റോഡിൽ കയറി പോകണമല്ലോ. അങ്ങനെ ഞങ്ങൾ 50 കിലോ മാങ്ങയാണ് ഇന്നെടുത്ത്. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടും ചാക്കിലാക്കിയിട്ട് അങ്ങനെ മാങ്ങയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ മാങ്ങ കുടഞ്ഞ് ഇട്ട് എല്ലാം എടുക്കണം. ചാക്കിൽ തന്നെ വെച്ചാൽ അവിഞ്ഞു പോകും കേട്ടോ. അപ്പോഴത്തേക്ക് ദാണ്ട് ഞാനിങ്ങനെ കുടഞ്ഞ് റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് കുടഞ്ഞിട്ടില്ലെങ്കിൽ ചാക്കിൽ, പ്ലാസ്റ്റിക് ചാക്കല്ലേ, ചാക്കിൽ ചൂടും ഇതെല്ലാം കൂടി ഇരുന്ന് അവിഞ്ഞു പോകും കേട്ടോ. ഇനി ഇതൊക്കെ കഴുകി പറക്കിയെടുത്ത് നമ്മളിനി ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അത് വൈകിട്ട് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അത്ര ഒതുക്കിയിട്ട് പിന്നെ ഇന്നത്തെ കച്ചവടത്തിനുള്ളതൊക്കെ എടുത്തിട്ടോ. ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം എല്ലാം നോക്കിയപ്പോഴത്തേ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ കറിയൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീർന്ന് എല്ലാം ഒതുക്കിപ്പറക്കി, ജോലികളെല്ലാം തീർന്ന് ഒതുക്കിപ്പറക്കിയതിന് ശേഷം ഞാൻ കാടക്കൂട് വൃത്തിയാക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ അതേ ചെറുക്കായി ഫോൺ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ വീഡിയോ എടുത്തിരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാടക്കൂടൊക്കെ വൃത്തിയാക്കി എന്നിട്ട് വേണം ഇനി കുളിക്കുകയും കൂടെ ചെയ്താൽ നമ്മുടെ രാവിലത്തെ പണികളും വീട്ടിലെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം എല്ലാം ഒതുങ്ങും കേട്ടോ. അങ്ങനെ ഞാൻ കാടക്കൂട് എന്ന് വെച്ചാൽ ഡെയിലി ഞാൻ പറഞ്ഞല്ലോ, കാട്ടം വാരി മാറ്റിയമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമാണ് കേട്ടോ. അമോണിയം കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് കാടക്കൂട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി നമ്മൾ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അപ്പോൾ ഞാൻ തന്ന ഒരല്പം ചോറ് തിന്നേക്കാമെന്ന് ഓർത്തുകൊണ്ട് ഒരല്പം ചോറും കിഴങ്ങുമരട്ടും നമ്മുടെ മീൻ കറി എടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പം കഴിച്ചിട്ട് പോകുന്നത് ഇനി പിന്നെ വൈകിട്ട് രാത്രിയിലേ കഴിക്കുള്ളൂ കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ഇറങ്ങി വരത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂട് ചോറും കിഴങ്ങ് മെഴുക്കുവരട്ടിയും കറിയൊക്കെ കൂട്ടി നമ്മൾ ചോറിനാൻ പോകണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ കച്ചവടത്തിന് കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അപ്പോൾ ഇനി കച്ചവടത്തിനും കാര്യങ്ങളൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട മുമ്പ് പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇൻഷാല്ലാ മുന്നിലത്തെ വീഡിയോക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.